ഹുക്മ ജീവൻ നൽകും വചനം. ഹുക്മ ഹുക്മ ജ്ഞാനം നൽകും വചനം. നോഹ മദ്യപിച്ച് ഉന്മത്തനാവുകയും നഗ്നനായി കാണപ്പെടുകയും ചെയ്യുമ്പോൾ തൻ്റെ പുത്രനായ ഹാം അദ്ദേഹത്തിൻ്റെ നഗ്നത മറയ്ക്കുന്നില്ല. ഒരൊറ്റൊരു ബിന്ദുവിൽ സമ്മേളിക്കുന്നുവെന്ന് ഈ മാപ്പ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതേത് ബിന്ദുവാണ്? കാനാൻ എന്ന് പറയുന്ന ബിന്ദു. അതുപോലെ തന്നെ ദേവന്മാർക്ക് വലിയ ഗോപുരങ്ങൾ ഉണ്ടാക്കുന്ന രീതി മെസൊപ്പൊട്ടോമിയൻ കാലഘട്ടത്തിലുണ്ടായിരുന്നു. ഹുക്മ ഹുക്മ ജീവൻ നൽകും വചനം. ഹുക്മ ഹുക്മ ജ്ഞാനം നൽകും വചനം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമുക്ക് കഴിഞ്ഞ എപ്പിസോഡിൻ്റെ തുടർച്ചയെന്നോണം നോഹയുടെ പുത്രന്മാരെക്കുറിച്ച് നമുക്കൊന്ന് വിചിന്തനം ചെയ്യാം. ഓരോ വചനഭാഗങ്ങളും അതിൻ്റെ പൂർണ്ണതയിൽ മനസ്സിലാക്കുക. ദൈവിക നിയമത്തോട് ചേർന്നാണ് ഓരോ വചനങ്ങളും നമ്മൾ വ്യാഖ്യാനിക്കുക, വായിക്കപ്പെടേണ്ടത്. അതുകൊണ്ട് ദൈവിക നിയമത്തെ മനസ്സിലാക്കാൻ അത് കർത്താവിൻ്റെ പരിശുദ്ധ റൂഹായ്ക്ക് മാത്രമേ നമുക്ക് സാധ്യമാവുകയുള്ളൂ. ആത്മാവിൻ്റെ നിറവിന് വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ദൈവാത്മാവാണ് ദൈവിക രഹസ്യങ്ങളെ നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നത്. ആ ദൈവിക രഹസ്യങ്ങളോട് ചേർന്നതുകൊണ്ട് ജീവിതത്തെ സമർപ്പിക്കാൻ നമുക്കൊന്ന് ഇടയാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ സെഷൻ ആരംഭിക്കാം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ട നോഹയുടെ പുത്രന്മാരെക്കുറിച്ചുള്ള വിചിന്തനങ്ങളാണ് ഇനി തുടരാൻ പോകുന്നത്. നമ്മൾ കണ്ടു എന്തുകൊണ്ടാണ് ഹാം എന്ന് പറയുന്ന കനാന്യരുടെ പിതാവായ, അല്ലെങ്കിൽ എത്യോപ്യയും ഈജിപ്തും ഇസ്രായേൽ ജനത്തിൻ്റെ വാഗ്ദാന ദേശത്തിന് വെളിയിൽ കടന്നു വരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. അതിന് നമ്മളെ സഹായിക്കുന്ന രീതിയിൽ ഒരു ചെറിയ കഥ അവിടെ അവതരിപ്പിക്കുകയാണ്. നോഹ മദ്യപിച്ച് ഉന്മത്തനാവുകയും നഗ്നനായി കാണപ്പെടുകയും ചെയ്യുമ്പോൾ തൻ്റെ പുത്രനായ ഹാം അദ്ദേഹത്തിൻ്റെ നഗ്നത മറയ്ക്കുന്നില്ല. നമ്മൾ കണ്ടു ഈ വചനഭാഗം വ്യാഖ്യാനിക്കേണ്ടത് ലേവ്യരുടെ പുസ്തകം 18-ാമത്തെ അധ്യായത്തിൽ കൊടുത്തിരിക്കുന്ന വചനവുമായിട്ടാണ്. പ്രത്യേകിച്ച് പിതാവിൻ്റെ നഗ്നത നീ അനാവരണം ചെയ്യരുത്, അതിന് കൊടുക്കുന്ന ശിക്ഷയാണ്. അങ്ങനെ അനാവരണം ചെയ്തു കഴിഞ്ഞാൽ കൊടുക്കുന്ന ശിക്ഷയാണ് യഥാർത്ഥത്തിൽ വാഗ്ദാന ദേശത്തിന് വെളിയിലുള്ള അവൻ്റെ വാസം. അങ്ങനെ ഹാം വാഗ്ദാന ദേശത്തിന് വെളിയിലേക്ക് പോയി. എന്നാൽ ജാഫത്തും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ നഗ്നത മറയ്ക്കാൻ താല്പര്യപ്പെടുന്നില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഷേമും യാഫത്തും രണ്ടുപേരും കൂടി വന്ന് ഒരു തുണിയെടുത്ത് തങ്ങളുടെ തോളിലിട്ട് പുറകോട്ട് നടന്നു ചെന്ന് പിതാവിൻ്റെ നഗ്നത മറച്ചു. അപ്പോൾ ഷേമിന് കൊടുക്കുന്ന അനുഗ്രഹവും യാഫത്തിന് കൊടുക്കുന്ന അനുഗ്രഹവും അപ്പം നോക്കിക്കോണം, ഇത് കംപ്ലീറ്റായിട്ട് മാറുന്നു. ഷേം എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് സെമിറ്റിക് ഗ്രൂപ്പാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബാബിലോൺ, അസീറിയ തുടങ്ങിയ പ്രദേശങ്ങളിൽ താമസിക്കുന്നവരാണ്. അതുപോലെ തന്നെ യാഫത്ത് എന്ന് പറയുന്നത് മുകൾ ഭാഗത്ത് നമ്മൾ മാപ്പിൽ കാണുന്നത് പോലെ ഇപ്പോഴത്തെ ടർക്കി, ഇസ്താംബുള്, ഏഥൻസ്, ഹാരാൻ്റെ ഒരു ഭാഗം, കാനാൻ്റെ ഒരു ഭാഗം, ഇതെല്ലാം നമ്മൾ കാണുന്നത് യഥാർത്ഥത്തിൽ അവരുടെ ഭാഗമാണ്. അപ്പോൾ നോക്കിക്കണം, ഇവർക്ക് രണ്ടുപേർക്കും ഈ രണ്ട് സ്ഥലങ്ങൾ കിട്ടി. എന്നാൽ ഹാം എന്ന് പറയുന്ന ദേശത്തിന് ഈ ഈജിപ്ത് ദേശം കിട്ടി. അവർ വാഗ്ദാനത്തിന് വെളിയിലായിരുന്നു. ഈജിപ്ത് എപ്പോഴും ഇസ്രായേലിൻ്റെ ശത്രുവായിട്ട് പരിഗണിക്കപ്പെട്ടിരുന്നു എന്ന് വിശുദ്ധ ഗ്രന്ഥം പറയുന്നതിൻ്റെ പിന്നിലുള്ള രഹസ്യമാണ് ഇവിടെ കൊടുത്തിരിക്കുന്ന ഒരു കഥയുടെ രൂപത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇതിൻ്റെയൊക്കെ അർത്ഥം മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ലേവ്യരുടെ പുസ്തകത്തിൻ്റെ 18-ാമത്തെ അധ്യായത്തിലേക്ക് പ്രവേശിക്കേണ്ടതാണ്. ഇനി ഈ ഭാഗം വായിക്കുമ്പോൾ 3 ഗ്രൂപ്പുകളെ, അതായത് നോഹയ്ക്ക് ശേഷം കടന്നു വരുന്ന ലോകം, ആ ലോകത്തിൽ ഉണ്ടായിരിക്കുന്ന 3 ഗ്രൂപ്പുകളെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. 3 പ്രധാനപ്പെട്ട മക്കളുടെ പേരിലാണ് ഈ 3 പ്രദേശങ്ങൾ കടന്നു വരിക. ഒന്നാമത്തെ മകൻ ഷേം, രണ്ടാമത്തെ മകൻ ഹാം, മൂന്നാമത്തെ മകൻ യാഫത്ത്. ഷേം എന്ന് പറയുന്ന മാപ്പിൽ കാണുന്നത് പോലെ ഷേം എന്ന് പറയുന്ന പ്രദേശം ബാബിലോണിൻ്റെ പ്രദേശം, ഹാം എന്ന് പറയുന്ന പ്രദേശം ഈജിപ്തിൻ്റെ പ്രദേശം, യാഫത്ത് എന്ന് പറയുന്ന പ്രദേശം ഏൻഷ്യൻ്റ് അനത്തോളിയയുടെ പ്രദേശം.
ഈ 3 പ്രദേശങ്ങളും വളരെ രസകരമായിട്ട് മാപ്പിൽ അവതരിപ്പിച്ചിരിക്കുന്നതാണ്. ഒരൊറ്റൊരു ബിന്ദുവിൽ സമ്മേളിക്കുന്നുവെന്ന് ഈ മാപ്പ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതേത് ബിന്ദുവാണ്? കാനാൻ എന്ന് പറയുന്ന ബിന്ദു. ആ പ്രദേശത്താണ് ഈ 3 ഗോത്രങ്ങളും സമ്മേളിക്കുന്നത്. ഈ 3 വരകൾ, നിങ്ങൾ കാണുന്ന ഈ 3 വരകൾ അത് സമ്മേളിക്കുന്ന, സംയോജിക്കുന്ന ഒരു ഭാഗമാണ് കാനാൻ എന്ന് പറയുന്ന പ്രദേശം. ഇതിൻ്റെ ജിയോഗ്രഫി നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഒരു വലിയ കാര്യം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. കാരണം ഇവ 3ഉം ദൈവത്തിൻ്റെ പുതിയ സൃഷ്ടിയുടെ ഭാഗമാണ്. നോഹ എന്ന് പറയുന്ന പുതിയ സൃഷ്ടി, നോഹയും നോഹയുടെ മക്കളും അടങ്ങുന്ന ഒരു പുതിയ സൃഷ്ടിയെ ദൈവമായ കർത്താവ് രൂപപ്പെടുത്തിയിരിക്കുന്നതാണ്. അങ്ങനെ ഈ 3 പേരും ഒന്നിക്കേണ്ടത് കാനാൻ എന്ന് പറയുന്ന ഗോത്രത്തിലേക്കാണ്. അല്ലെങ്കിൽ ഇസ്രായേൽ, ജൂദ, ജെറുസലേം എന്ന് പറയുന്ന ആ പ്രത്യേക സ്ഥലത്തേക്ക് ഒന്നിക്കേണ്ടവരാണ് 3 പേരും. അതുകൊണ്ട് വിശുദ്ധ ഗ്രന്ഥത്തിലെ യൂണിവേഴ്സൽ സാൽവേഷനെ കുറിച്ച് പറയുമ്പോൾ, യൂണിവേഴ്സൽ സാൽവേഷൻ, ആഗോളപരമായിട്ടുള്ള രക്ഷ, എല്ലാവർക്കും രക്ഷ കൊടുക്കുന്ന വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ആ അനുഭവത്തെക്കുറിച്ച്, ദൈവശാസ്ത്രത്തെക്കുറിച്ച് പറയുമ്പോൾ ഈ ഒരു ചിന്ത വളരെയധികം പ്രയോജനപ്പെടും. കാരണം 3 ഗോത്രങ്ങളും അല്ലെങ്കിൽ 3 മക്കളും ഒരു സ്ഥലത്ത്, കാനാൻ എന്ന് പറയുന്ന സ്ഥലത്ത് ഒന്നിക്കുന്നു. അവിടെയാണ് രക്ഷയുടെ അനുഭവത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ സാധിക്കുക. ഈ ഒരു അനുഭവത്തെ മുൻനിർത്തിക്കൊണ്ടാണ് ഇനിയുള്ള വിശുദ്ധ ഗ്രന്ഥ വചനഭാഗങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ് ജനതകളുടെ ഉത്ഭവത്തെക്കുറിച്ച് പറയുന്ന 10ാമത്തെ അധ്യായത്തിലെ ഒരു ജീനിയോളജി നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. നോഹയും നോഹയുടെ പുത്രന്മാരുടെ പേരുകളുമൊക്കെ വെച്ചുകൊണ്ട് ആരൊക്കെയാണ് ഈ നോഹയുടെ പുത്രന്മാർ, ആരൊക്കെയാണ് ആ പുത്രന്മാരുടെ വംശങ്ങൾ, എങ്ങനെയാണ് കടന്നു വന്നിരിക്കുന്നത് എന്ന് 10ാമത്തെ അധ്യായം നമ്മുടെ മുമ്പിൽ വിവരിക്കുന്നുണ്ട്. പക്ഷേ 10ാമത്തെ അധ്യായം വിവരിക്കുമ്പോൾ നമുക്ക് പെട്ടെന്നൊരു കൺഫ്യൂഷൻ തോന്നും. എങ്ങനെയാണ് വിവരിക്കുന്നത്? നോഹയുടെ മൂത്ത മകൻ്റെ പേര് ഷേം, രണ്ടാമത്തവൻ്റെ പേര് ഹാം, മൂന്നാമത്തവൻ്റെ പേര് യാഫത്ത്. അങ്ങനെയാണെങ്കിൽ ഈ വിവരണം കൊടുത്തിരിക്കുന്നത് സാധാരണ കുടുംബചരിത്രം വിവരിക്കുമ്പോൾ മൂത്ത മകനെ മുതൽ ആരംഭിച്ച് ഇളയ മകനിലേക്ക് അവസാനിക്കുന്നതാണ് യഥാർത്ഥത്തിൽ കുടുംബചരിത്രം. എന്നാൽ വിശുദ്ധ ഗ്രന്ഥത്തിൽ, പ്രത്യേകിച്ച് നമ്മുടെ 10ാമത്തെ അധ്യായത്തിൽ ആരംഭിച്ചിരിക്കുന്ന ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആരിലാണ് ആരംഭിക്കുന്നത്? യാഫത്തിൻ്റെ പുത്രന്മാർ. 10ാം അധ്യായം 2ാമത്തെ വാക്യം യാഫത്തിൻ്റെ പുത്രന്മാർ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത് ആരംഭിക്കുന്നത്. അവരുടെ പേരുകളും നോക്കിക്കേ: ഗോമർ, മഗോഗ്, മദായ്, യവാൻ, തുബാൽ, മേശക്, തീറാസ് എന്നിങ്ങനെയുള്ള മക്കളാണ് യാഫത്തിൻ്റെ പുത്രന്മാർ. 3ാമൻ മുതൽ ആരംഭിക്കുകയാണ് ഇതിൻ്റെ വംശാവലി വിവരണം. അതിന് സമാപനത്തിലാണ് ഷേം എന്ന് പറയുന്ന മക്കളുടെ ഗണം ആരംഭിക്കുന്നത്. അതാണ് പ്രധാനമായിട്ടും നമ്മൾ കാണുന്ന പ്രത്യേകത. ഇതിൻ്റെ അകത്ത് ഷേമിൻ്റെ, യാഫത്ത് അതിനുശേഷം കടന്നു വരുന്ന മകനാണ് ഹാം, ഹാമിന് ശേഷം കടന്നു വരുന്നവനാണ് ഷേം. അങ്ങനെ നേരെ റിവേഴ്സ് ഓർഡറിലാണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ വംശാവലി വിവരണം നടത്തിയിരിക്കുന്നത്. അതിനൊരു പ്രത്യേകതയുണ്ട്. കാരണം ആദ്യം മറ്റ് രാജ്യങ്ങളെ, പ്രത്യേകിച്ച് ഇസ്രായേലിനോട് ചേർന്ന്, അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ ചരിത്രവുമായിട്ട് ചേർന്ന് നിൽക്കാത്ത, ഏകദൈവത്തെ മാനിക്കാത്ത ഒരു സമൂഹത്തെ മുമ്പിൽ അവതരിപ്പിച്ചതിന് ശേഷം ഈ അടുത്ത ഷേം എന്ന് പറയുന്ന ഇസ്രായേലിൻ്റെ അബ്രാമിൻ്റെ ഗോത്രത്തെയും അബ്രാമിൻ്റെ സന്തതികളെയും ഒക്കെ അവതരിപ്പിച്ച് വിശുദ്ധ ഗ്രന്ഥം അബ്രഹാമിലേക്ക് ലക്ഷ്യം വയ്ക്കുന്ന ഒരു രംഗമാണ് നമ്മളിവിടെ കാണുന്നത്. അതുകൊണ്ട് ഒരു പ്രത്യേക രീതിയിലാണ് ഈ വചനഭാഗങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. യാഫത്ത്, ഹാം, ഷേം എന്നിങ്ങനെയുള്ള മക്കളുടെ വംശാവലി വിവരണം നടത്തി ഷേം എന്ന് പറയുന്ന വ്യക്തിയുടെ വംശാവലിയോടുകൂടി ഒരു പുതിയ തലമുറയെ അവതരിപ്പിക്കുകയാണ്, അബ്രഹാമിൻ്റെ തലമുറയെ അവതരിപ്പിക്കുകയാണ് വിശുദ്ധ ഗ്രന്ഥം ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ വിചാരിക്കും ഇവരെല്ലാവരും ഇസ്രായേലിൻ്റെ ശത്രുക്കളാണെന്ന് വിചാരിക്കും. ഇവരെ ഒന്നും എന്നാ കർത്താവ് വിളിച്ചു കൂട്ടാഞ്ഞത് പെട്ടെന്ന് ചിന്തിക്കുന്നതാണ്. എന്തുകൊണ്ടാണ് ഇസ്രായേലിനെ, അബ്രഹാമിനെ മാത്രം വിളിച്ചു കൂട്ടിയത്? അല്ല, ഇവരെ എല്ലാം വിളിച്ചു കൂട്ടിയതാണ്. ഇവരുടെ ജീവിത സാഹചര്യം, വിശുദ്ധ ഗ്രന്ഥം എഴുതപ്പെടുന്ന കാലഘട്ടത്തിൽ എന്തുകൊണ്ടാണ്
ഈ യാഫത്തിൻ്റെ മക്കൾ അല്ലെങ്കിൽ ഹാമിൻ്റെ മക്കൾ ദൈവ സാന്നിധ്യത്തിൽ ഇസ്രായേലിൻ്റെ സമൂഹത്തിൽ നിന്ന് വിട്ടുപോയത്? എന്തുകൊണ്ടാണ് ഇവർ ബഹുദൈവാരാധനകളിലേക്ക് പോയത്? ഏകദൈവത്തെ ആരാധിക്കാതെ ബഹുദൈവങ്ങളെ ആരാധിക്കാൻ ഇവർക്കിടയായതിൻ്റെ പശ്ചാത്തലം എന്താണ്? ഇവരുടെ ജീവിത സാഹചര്യം എന്താണ് എന്നതിനെക്കുറിച്ചുള്ള സൂചനകൾ നൽകുകയാണ് യഥാർത്ഥത്തിൽ 10-ാമത്തെ അധ്യായം നമ്മുടെ മുമ്പിൽ ചെയ്യുന്നത്. അതിൻ്റെ സമാപനത്തിൽ ഷേമിനെ അവതരിപ്പിക്കുന്നു. ഇതാണ് 10-ാമത്തെ അധ്യായമെങ്കിൽ 11-ാമത്തെ അധ്യായത്തിൻ്റെ 1 മുതൽ 9 വരെയുള്ള തിരുവചനങ്ങളെ നമ്മൾ വേറൊരു എപ്പിസോഡിലൂടെ കാണുകയാണ്. അപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത് ഷേം എന്ന് പറയുന്ന ഒരു വ്യക്തിയിലൂടെ. ഷേമിൻ്റെ പ്രദേശം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാബിലോൺ, അസീറിയ, സുമേറിയ, അക്കാഡിയ, ഹാരാൻ എന്നീ പ്രദേശങ്ങൾ ഉൾക്കൊള്ളുന്ന ഭാഗമാണ്. വീണ്ടും മാപ്പിലേക്ക് നമ്മളൊന്ന് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് നല്ലതായിരിക്കും. അതായത് ഈ ഭാഗം ഷേമിൻ്റെ ഗോത്രം ആയതുകൊണ്ടാണ് അവിടുത്തെ ഭാഷകളെ സെമിറ്റിക് ഭാഷ എന്ന് വിശേഷിപ്പിക്കുന്നത്. അതിൻ്റെ അകത്ത് അക്കാഡിയൻ ഭാഷ ഉൾപ്പെടും, അതുപോലെ തന്നെ ഉഗാർട്ടിക് ഭാഷ ഉൾപ്പെടും, ഹീബ്രു ഭാഷ ഉൾപ്പെടും, അതുപോലെ തന്നെ അറമായ ഭാഷ ഉൾപ്പെടും, അറബിക് ഭാഷ ഉൾപ്പെടും, സുറിയാനി ഭാഷ ഉൾപ്പെടും. ഇത്രയും ഭാഷകളാണ് യഥാർത്ഥത്തിൽ ഈ സെമിറ്റിക് ഭാഷകൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഈ ഭാഷകളെല്ലാം ഒറിജിനേറ്റ് ചെയ്തതും ഡെവലപ്പ് ചെയ്തതുമായിട്ടുള്ള പ്രദേശമാണ് യഥാർത്ഥത്തിൽ ഈ ഷേമിൻ്റെ പ്രദേശങ്ങൾ. അതുകൊണ്ടാണ് അതിനെ സെമിറ്റിക് ഭാഷകൾ എന്ന് വിശേഷിപ്പിക്കുക. ഇപ്പോൾ അബ്രഹാം കടന്നു വരുന്നത് ഷേം എന്ന് പറയുന്ന ഗോത്രത്തിൽ നിന്ന്, അല്ലെങ്കിൽ അബ്രഹാം കടന്നു വരുന്നത് ബാബിലോൺ എന്ന് പറയുന്ന പ്രദേശത്തു നിന്ന്. ബാബിലോണിൽ ഊർ എന്ന് പറയുന്ന പ്രദേശത്തേക്ക് അബ്രഹാമിനെ കൊണ്ടുവന്ന് എത്തിക്കുന്ന രംഗമാണ് നമ്മൾ 10-ാമത്തെ അധ്യായത്തിൻ്റെ സമാപനത്തിൽ കണ്ടതെങ്കിൽ 11-ാമത്തെ അധ്യായം അതിൻ്റെ തുടർച്ചയായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി എന്താണ് അബ്രഹാമിൻ്റെ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഈ ബാബിലോൺ എന്ന് പറയുന്ന പ്രദേശത്തിൻ്റെ പ്രത്യേകത? ഭൂമിയിൽ ഒരു ഭാഷയും ഒരു സംസാര രീതിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് 11-ാം അധ്യായം 1-ാമത്തെ വാക്യം ചിത്രീകരിക്കുന്നത്. എന്നിട്ട് പറയുന്ന ഭാഗം, കിഴക്ക് നിന്ന് വന്നവർ ഷീനാറിൽ ഒരു സമതല പ്രദേശം കണ്ടെത്തി അവിടെ പാർപ്പുറപ്പിച്ചു. എവിടെയായി ഷീനാറ്? ഷീനാറ് ബാബിലോണിലാണ്. ഷീനാറ് അവിടെ വന്ന് താമസം ഉറപ്പിക്കുന്ന രംഗമാണ് കാണുന്നത്. ഇവിടെ വെച്ചാണ് എന്ത് സംഭവിക്കുക? ഇവരെല്ലാം കൂടി ഒരു വലിയൊരു ഗോപുരം ഉണ്ടാക്കി, നമുക്ക് നടുക്കൊരു ഗോപുരം ഉണ്ടാക്കാം. ആ ഗോപുരം എങ്ങനെയായിരിക്കണം? ദൈവത്തോളം എത്തി നിൽക്കുന്ന, സ്വർഗത്തോളം അല്ലെങ്കിൽ ആകാശത്തോളം എത്തി നിൽക്കുന്ന ഒരു ഗോപുരം ഉണ്ടാക്കണം. അപ്പോൾ എവിടെയാണവർ? ബാബിലോണിലാണവർ. ഇത് കണ്ടിട്ട് ദൈവം ആകാശത്ത് നിന്ന് ഇറങ്ങി വന്ന് ഇവരുടെ ഭാഷയെ ചിതറിക്കാൻ തുടങ്ങി. ആ ഭാഷ ചിതറിച്ചപ്പോൾ ഇവർക്ക് കമ്മ്യൂണിക്കേഷൻ ബുദ്ധിമുട്ടായി. സിമെൻറ്റിന് പകരം ചുണ്ണാമ്പും അല്ലെങ്കിൽ കട്ടയ്ക്ക് പകരം വേറെ എന്തെങ്കിലുമൊക്കെ എടുത്തുകൊണ്ട് വരുന്നു. ആകപ്പാട് അവരുടെ ഭാഷ ഭിന്നിപ്പിച്ചു. അവരുടെ ഉദ്യമങ്ങൾ കർത്താവ് നശിപ്പിച്ചു എന്നതാണ് പ്രധാനമായിട്ടും ഇവിടെ കൊടുത്തിരിക്കുന്ന ഭാഗം. അങ്ങനെയാണ് വിവിധങ്ങളായിട്ടുള്ള ഭാഷകൾ ഉണ്ടായത് എന്ന് ഇവിടെ പറയുകയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത് ഒരു ബാബേൽ ഗോപുരം എന്ന് പറയുന്ന ഈ ഒരു ഗോപുരത്തെക്കുറിച്ചുള്ള കഥ ബാബിലോണിൻ മിത്തോളജിയിൽ പ്രകടമായിട്ട് കാണുന്നുണ്ട്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ എൻകി എന്ന് പറയുന്ന ബാബിലോണിയൻ ദൈവം അവിടെ ഉണ്ടായിരുന്ന എല്ലാ ഭാഷകളെയും ചിതറിപ്പിച്ചു എന്നാണ് പ്രധാനമായിട്ടും പറയുന്നത്. 2, വേറൊരു അഭിപ്രായം പറയുന്നത് മെസപ്പൊട്ടോമിയൻ മിത്തോളജി കാണുന്ന എൻലിൽ എന്ന് പറയുന്ന ദൈവം, ആ ദൈവത്തെ എല്ലാവരും ഒറ്റ ഭാഷയിൽ അവർ ദൈവത്തെ ആരാധിച്ചു. എൻലിൽ എന്ന് പറയുന്ന ദൈവത്തെ ഒറ്റ ഭാഷയിൽ എല്ലാവരും ആരാധിച്ചു. നോക്കിക്കോണം, ഇങ്ങനെയുള്ള കഥകളിലൂടെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുകൊണ്ട് ഒരു വിശ്വാസ സത്യത്തെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ ഈ ബാബേൽ ടവർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുക. അതുപോലെ തന്നെ ബാബേൽ എന്ന വാക്കിൻ്റെ ഹെബ്രായ ഭാഷയുടെ അർത്ഥം കൺഫ്യൂഷൻ എന്നാണ്.
അതായത് കൺഫ്യൂഷൻ എന്ന് പറയുമ്പോൾ അറിയാമല്ലോ അതിൻ്റെ അർത്ഥം. കൺഫ്യൂഷൻ, അതിൻ്റെ അകത്ത് സ്ഥിരതയില്ലാത്തൊരവസ്ഥ. ഇങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ബാബിലോൺ പശ്ചാത്തലം ഇതിൻ്റെ ഉള്ളിലുണ്ട്. അതുപോലെ തന്നെ ദേവന്മാർക്ക് വലിയ ഗോപുരങ്ങൾ ഉണ്ടാക്കുന്ന രീതി മെസൊപ്പൊട്ടോമിയൻ കാലഘട്ടത്തിലുണ്ടായിരുന്നു. അതിന് പറയുന്ന പേരാണ് സിഗുറാത്തുകൾ എന്ന്. ഇപ്പോഴും അതിൻ്റെ എൻഷ്യൻ്റ് സിഗുറാത്തുകളെക്കുറിച്ച് സിഗുറാത്ത് എന്ന് ആണ് പറയുന്നത്. എൻഷ്യൻ സിഗുറാത്തുകളെക്കുറിച്ച് ഇപ്പോഴും നല്ല ഡോക്യുമെൻറ്റ്സ് ഒക്കെ ഉണ്ട്. അതിപ്രകാരമാണ് ബാബിലോണിൽ ഓരോ സിറ്റി സ്റ്റേറ്റുകളുണ്ടായിരുന്നു. സിറ്റി സ്റ്റേറ്റുകളുടെ നടുവിൽ ആളുകൾ താമസിച്ചിരുന്നു. അതിൻ്റെ നടുവിൽ ആ ജനത്തിൻ്റെ മധ്യത്തിൽ അവരുടെ ദൈവങ്ങളെ പ്രതിഷ്ഠിക്കാൻ വേണ്ടി വലിയ ഗോപുരം പോലുള്ള സിഗുറാത്തുകളുണ്ടായിരുന്നു. അതിൻ്റെ ഏറ്റവും മുകളിൽ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട ദേവൻ, അതിൻ്റെ താഴെ ഉള്ള മറ്റ് ദേവന്മാർ. നമ്മുടെയൊക്കെ നാട്ടിലെ കുരിശുപള്ളികളുടെ ചിത്രം ഓർത്താൽ മതി. ഏറ്റവും മുകളിൽ ഈശോ കാണും, അതിൻ്റെ താഴെ ഉള്ള ചെറിയ ചെറിയ പുണ്യാളന്മാർ. അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യം നമ്മുടെ മനസ്സിൽ ഓർത്താൽ മതി. ഇതാണ് ഏൻഷ്യൻ സിഗുറാത്തുകൾ. ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടും യഥാർത്ഥത്തിൽ ബാബേൽ ടവർ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഗോപുരം എന്ന് പറയുന്ന ഈ കഥയുമായിട്ട് ഒത്തിരി ബന്ധമുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ബാബേലിൻ്റെ ടവർ വളരെയധികം പ്രാധാന്യത്തോടുകൂടിയാണ് നമ്മൾ മനസ്സിലാക്കുക. ഇവിടെ കാണുന്നത് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ഒന്ന്, ദൈവത്തോളം എത്താൻ നിൽക്കുന്ന ആളുകളെ നമ്മൾ കാണുന്നു. അതാണ് ഒന്നാമത്തെ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് ഏറ്റവും വലിയ പാപമാണ്. നമ്മൾ 3-ാമത്തെ അധ്യായത്തിൽ, ഉൽപ്പത്തി പുസ്തകം 3-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിച്ചു കേട്ടു. 20-ാമത്തെ വാക്യത്തിൽ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഇതാ മനുഷ്യൻ നന്മ-തിന്മകളുടെ ഫലം ഭക്ഷിച്ച് നമ്മിൽ ഒരുവനെ പോലെയായി. അതുകൊണ്ട് ഞാൻ അവരെ ജീവൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം ഭക്ഷിക്കുന്നതിൽ നിന്ന് വിലക്കും. ഒരിക്കലും നമുക്ക് ദൈവത്തിൻ്റെ അത്രയും എത്താൻ പറ്റത്തില്ല. പല ദൈവങ്ങളാകാൻ പറ്റില്ല. ഏകദൈവ വിശ്വാസത്തെ മുറുകെ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കഥയാണ് യഥാർത്ഥത്തിൽ ഈ ബാബേൽ ഗോപുരം നമുക്ക് നൽകുന്ന ഒരു പ്രത്യേക സന്ദേശം. ഏകദൈവ വിശ്വാസത്തെ മറികടന്ന് ബഹുദൈവങ്ങളുടെ പിന്നാലെ നമുക്ക് പോകാൻ പറ്റില്ല എന്നുള്ളൊരു ചിന്തയാണ് ഈ പുസ്തകം നമുക്ക് നൽകുന്നത്. രണ്ടാമത്തെ അനുഭവം എന്ന് പറയുന്നത്, ഇസ്രായേലിൻ്റെ ജീവിതത്തിൽ ബാബിലോൺ പ്രവാസ കാലഘട്ടത്തിൽ ധാരാളം ദേവന്മാരുണ്ടായിരുന്നു, ദേവതകളുണ്ടായിരുന്നു. ഇവയ്ക്കൊന്നും ശക്തിയില്ല എന്ന് കാണിച്ചുകൊണ്ട് ആ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് അവയെല്ലാം നശിപ്പിക്കുന്ന ഏക ദൈവത്തെക്കുറിച്ചുള്ള സൂചനയാണ് ഈ വിശുദ്ധ ഗ്രന്ഥഭാഗം നൽകുന്നത്. അതുകൊണ്ടാണ് പറയുന്നത്, ഇവർ പണിതുകൊണ്ടിരിക്കുന്ന ഗോപുരം അത് എത്രമാത്രം വലുതാണെന്ന് കാണാൻ വേണ്ടി ദൈവം ആകാശത്ത് നിന്ന് ഇറങ്ങി വന്ന് അവയെ നശിപ്പിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മറ്റ് ദേവന്മാർക്ക് ആരാധനകൾ നടത്തുന്ന ബാബിലോൺ സംസ്കാരത്തെയും ദൈവമായ കർത്താവ് നശിപ്പിച്ച് ഏക ദൈവത്തിലുള്ള വിശ്വാസത്തിൽ അടിയുറച്ചുകൊണ്ട് ജീവിക്കാൻ ജനത്തെ ഉദ്ബോധിപ്പിക്കുന്ന രംഗമാണ് ഈ വിശുദ്ധ ഗ്രന്ഥഭാഗം നമുക്ക് നൽകുന്ന സന്ദേശം. അപ്പം രണ്ട് കാര്യങ്ങൾ ഓർക്കുക. ഒന്ന്, ദൈവത്തോളം എത്താൻ വേണ്ടി ആഗ്രഹിക്കുന്ന ജനത്തിന് ദൈവം കൊടുക്കുന്ന ശിക്ഷ. ഇതെല്ലാം അതിൻ്റെ പശ്ചാത്തലത്തിൽ, അവരുടെ ആ സാഹചര്യങ്ങളുടെ പശ്ചാത്തലത്തിലാണ് മനസ്സിലാക്കേണ്ടത്. ഒരിക്കലും ദൈവത്തോളം എത്താൻ വേണ്ടി ഒരു മനുഷ്യനും പരിശ്രമിക്കാൻ പാടില്ല. ഏക ദൈവം എന്നുള്ള കൺസെപ്റ്റ്. രണ്ട്, ബാബിലോൺ എന്ന് പറയുന്ന ദേശത്ത് ദൈവത്തിൻ്റെ സ്ഥലമാണെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. നോഹയുടെ മക്കളുടെ സ്ഥലമാണ്. അവിടെ ആരാണ് കടന്നു വരേണ്ടത്? അവിടെ ഏക ദൈവത്തിലുള്ള വിശ്വാസം പൂർണ്ണമാകണം. മറ്റ് ദേവന്മാരോ ദേവതകളോ ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ടാണ് യേശയ്യായുടെ പുസ്തകത്തിൻ്റെ 46-ാമത്തെ അധ്യായത്തിലും 47-ാമത്തെ അധ്യായത്തിലുമൊക്കെ വിഗ്രഹാരാധനയെക്കുറിച്ച് പറയുന്നുണ്ട്. ബാബിലോൺ പ്രവാസത്തിലായിരിക്കുന്ന ഇസ്രായേൽക്കാരോട് ചോദിക്കുകയാണ് 46-ാമത്തെ അധ്യായത്തിൽ, ബേൽ മുട്ടുമടക്കുന്നു, നെബോ കുമ്പിടുന്നു, നിങ്ങൾ അർപ്പിക്കുന്ന വിശിഷ്ട വസ്തുക്കൾ, വിഗ്രഹങ്ങൾക്ക് അർപ്പിക്കുന്ന വിശിഷ്ട വസ്തുക്കൾ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയോജനം തരുമോ? ഈ വിഗ്രഹങ്ങൾക്ക് സംസാരിക്കാൻ സാധിക്കുമോ? എന്നിട്ട് കർത്താവ് പറയുകയാണ്,
എന്നാൽ നിനക്ക് നര ബാധിക്കുമ്പോഴും ഞാൻ നിന്നെ കൈകളിൽ എടുക്കുന്ന ദൈവമാണ്. ഇപ്പം രണ്ട് കാര്യങ്ങൾ ഇവിടെ കാണുന്നുള്ളൂ. ഒന്ന്, ഇവയുടെ ശക്തിയില്ലായ്മ, എന്നാൽ ദൈവത്തിൻ്റെ അപരിമേയമായ ശക്തി. ആ ശക്തിക്ക് മുമ്പിൽ, ദൈവത്തിൻ്റെ ശക്തിക്ക് മുമ്പിൽ ബാബിലോൺ ദൈവങ്ങളുടെ ശക്തി നിഷ്പ്രഭമാക്കുമെന്ന് കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ഈ ഒരു ദൈവശാസ്ത്രമാണ് ബാബേൽ ഗോപുരത്തിലൂടെ നമുക്ക് നൽകുക. ഇത് രണ്ട് കാര്യങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ഒന്ന്, ഇങ്ങനെയുള്ള ഒരു ദൈവിക ഇടപെടലിലൂടെ പുതുതാക്കപ്പെട്ട ഒരു സമൂഹത്തിൽ നിന്ന് കടന്നു വരുന്ന ഒരു വ്യക്തിയെ തുടർന്ന് അവതരിപ്പിക്കുകയാണ്. അതാണ് അബ്രാഹം. അബ്രാം എന്ന് പറയുന്ന വ്യക്തി വാഗ്ദാനങ്ങളുടെ അല്ലെങ്കിൽ വിശ്വാസത്തിൻ്റെ പിതാവായ അബ്രാം എന്ന് പറയുന്ന വ്യക്തിയെ ദൈവം ഈ ഒരു പ്രത്യേക പശ്ചാത്തലത്തിൽ, ബാബിലോണിൻ്റെ പശ്ചാത്തലത്തിൽ, വിശ്വാസത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിന്ന് ദൈവം കാനാൻ ദേശത്തേക്ക്, വാഗ്ദാനത്തിൻ്റെ ദേശത്തേക്ക് കൊണ്ടുവരുന്ന രംഗമാണ് നമ്മൾ കാണുക. ഇത് ഒരു പുറപ്പാട് തന്നെയാണ്. വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ഈ ഒരു ഭാഗം ഒന്നുകൂടെ ഞാൻ പറയാം. ബാബിലോൺ പശ്ചാത്തലത്തിൽ, പ്രത്യേകിച്ച് ബഹുദൈവങ്ങളെ വിശ്വസിച്ചിരുന്ന ഒരു ചുറ്റുപാടിൽ ഏകദൈവത്തിൻ്റെ ശക്തി മനസ്സിലാക്കി കൊടുത്തതിന് ശേഷം ബാബിലോൺ എന്ന് പറയുന്ന ഈ ദേശത്ത് നിന്ന് ദൈവം അബ്രാഹത്തെ കൊണ്ടുവരുന്നു. അബ്രാമിനോടൊപ്പം സാറായിയെയും ലോത്തിനെയും അവൻ്റെ മാടുമാടുകളെയും എല്ലാം കൊണ്ടുവന്ന് കാനാൻ ദേശത്തേക്ക് എത്തിക്കുന്ന രംഗമാണ് കാണുന്നത്. ഇതുപോലെ ഇതൊരു എക്സോഡസാണ്, പുറപ്പാടാണെന്ന് ഞാൻ പറഞ്ഞു. ഇതുപോലെ മോശ ഇസ്രായേൽ ജനത്തെ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് രക്ഷിക്കുന്ന രംഗമാണ് നമ്മൾ പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ കാണുന്നത്. എങ്ങനെയാണ് മോശ ഇസ്രായേൽ ജനത്തെ രക്ഷിക്കുന്നത്? മോശ ആദ്യമേ തന്നെ ദൈവം ആരാണെന്ന് ഇസ്രായേലിന് പരിചയപ്പെടുത്തി കൊടുക്കുന്നു. ഈജിപ്തിൽ ദേശത്തുണ്ടായിരുന്ന ദേവന്മാരെ നിഷ്പ്രഭമാക്കിയതിന് ശേഷം ഏകദൈവമായ കർത്താവിൻ്റെ സാന്നിധ്യത്തെ ഈജിപ്ത് ദേശത്ത് ഉറപ്പിച്ചതിന് ശേഷം ദൈവമായ കർത്താവ് മോശയും ജനത്തെയും വാഗ്ദാന ദേശത്തേക്ക് കൊണ്ടുവരുന്നു. പുറപ്പാടിൻ്റെ പുസ്തകം 7-ാം അധ്യായം 7-ാം വാക്യം മുതൽ 10-ാം അധ്യായം 25-ാമത്തെ വാക്യം വരെയുള്ള 10 ബാധകളെക്കുറിച്ചുള്ള പ്രബോധനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് ഈജിപ്ത് ദേശത്ത് ഉണ്ടായിരുന്ന ദേവന്മാരെയും ദേവതകളെയും നിഷ്പ്രഭമാക്കിക്കൊണ്ട് ദൈവമാണ് ഏക കർത്താവ് എന്നുള്ള ആഴമായ ബോധ്യത്തിലേക്ക് ജനതയെ കൊണ്ടുവരുന്ന ഒരു മോശയാണ് നമ്മൾ കാണുന്നത്. ഇപ്രകാരം 2 പുറപ്പാടിൻ്റെ അനുഭവങ്ങളും നമുക്ക് പാരലായിട്ട് കാണാൻ പറ്റും. ഇതുപോലെ തന്നെയാണ് 3-ാമത്തെ പുറപ്പാടിൻ്റെ അനുഭവമായ ബാബിലോൺ പ്രവാസകാലത്ത് നിന്ന് ദൈവം ആരാണെന്ന് ഇസ്രായേൽ ജനതയെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി യെശയ്യായുടെ പുസ്തകം 40 മുതൽ 52 വരെയുള്ള അധ്യായങ്ങളിൽ ദൈവം ആരാണെന്നും ദൈവത്തിൻ്റെ ശക്തി എന്താണെന്നും മനസ്സിലാക്കി തന്ന് അവരെ വാഗ്ദാന ദേശത്തേക്ക് കൊണ്ടുവരുന്ന ദൈവത്തിൻ്റെ ചിത്രമാണ് യെശയ്യായുടെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നത്. അതുകൊണ്ട് ഈ അബ്രാമിൻ്റെ സ്റ്റോറിയിലേക്ക്, കഥയിലേക്ക് നമ്മളെ ബാബേൽ ഗോപുരം കൊണ്ടുവന്ന് എത്തിക്കുകയാണ് ചെയ്യുന്നത്. ഇതൊരു ബ്രിഡ്ജാണ്. ബാബേൽ ഗോപുരത്തിൽ നിന്ന്, ബാബിലോണിൽ നിന്ന് എങ്ങനെ അബ്രാഹാം കടന്നു വന്നു എന്നതിനെക്കുറിച്ചുള്ള ഒരു കൃത്യമായ ഒരു സൂചന നമുക്ക് നൽകുകയാണ് ഈ ബാബേൽ ഗോപുരത്തിലൂടെ. പ്രിമീവൽ ഹിസ്റ്ററി എന്ന് സാധാരണ എല്ലാവരും പറയും. പക്ഷേ അതിലുപരിയായി ഉൽപ്പത്തിയുടെ 1 മുതൽ 11 വരെയുള്ള അധ്യായങ്ങൾ ചരിത്രാതീത കാലഘട്ടം എന്നതിലുപരിയായി ഇതൊരു വിശ്വാസത്തിൻ്റെ, ദൈവശാസ്ത്രത്തിൻ്റെ ആമുഖമായിട്ട് നമുക്കിതിനെ മനസ്സിലാക്കിയെടുക്കാം. അപ്പോൾ അങ്ങനെ മനസ്സിലാക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഈ പുസ്തകങ്ങളുടെ അർത്ഥം നമുക്ക് ഗ്രഹിക്കാൻ സാധിക്കുക. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് തീക്ഷ്ണമായിട്ട് ഇതിനെ വായിക്കാം, പഠിക്കാം. ഇനി വരുന്ന എപ്പിസോഡുകളിൽ ഇതിൻ്റെ കൺക്ലൂഷൻ പറഞ്ഞതിന് ശേഷം അബ്രാം എന്ന് പറയുന്ന ആ വ്യക്തിയിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ പോവുകയാണ്. അതുവരെ എല്ലാവർക്കും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളും കൃപയും ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. നന്ദി. ജീവൻ നൽകും വചനം, ജ്ഞാനം നൽകും വചനം.